ഇത്ര ദിവസം എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, ഇപ്പോഴാണോ വരുന്നേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കണില്ല. എന്നാലും ഞാനിതൊക്കെ നിങ്ങളോട് പറയണമല്ലോ, കാരണം നിങ്ങൾ കുറേ പേരും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യണ്ടേ. ഇത്ര ദിവസമേ കുറച്ച് ഓണത്തിൻ്റെ തിരക്കും കുറച്ച് ഷോപ്പിങ്ങിൻ്റെയും വർക്കിൻ്റെയും അങ്ങനെ കുറച്ച് തിരക്കിലായപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് പെട്ടുപോയി. അതുകൊണ്ടാണ് ഇതൊക്കെ ലേറ്റ് ആയി പോയത്. ഓണം ഹാമ്പറൊക്കെ ഓണം കഴിഞ്ഞിട്ടാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ അറിയാതെ പറ്റിപ്പോയതാണ്. പക്ഷേ നിങ്ങൾ ചെയ്ത എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പോസ്റ്റസ് ഇടാനാണ് കുറച്ച് ലേറ്റായി പോയത്. ഐ ആം സോറി ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കുറേ പേരൊക്കെ പി പി എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുക. വാട്ട് ഡസ് ദാറ്റ് മീൻസ്? അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. ഗൈസ് ട്രസ്റ്റ് മീ, എൻ്റെ റേറ്റ് ആയിരിക്കില്ല നിങ്ങളൊന്ന് മാനേജ് ചെയ്യാത്. എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അതുപോലെ തന്നെ സാധനം എവിടെ നിന്നൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാത്തൊന്നും നമ്മളെ ചുറ്റുമില്ല. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിക്കുന്ന ഷോപ്പ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരലുണ്ട്. ആൻഡ് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്യുക. ആൻഡ് ഇതൊരു ഓണം ഹാമ്പറാണ്, ഓണം കം ബർത്ത്ഡേ ഹാമ്പർ ആയിരുന്നു. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു അടിപൊളി ചെമ്പരത്തി പ്രിൻറ്റഡ് സെറ്റ് സാരി ഉണ്ടായിരുന്നു. നോക്ക് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡാണല്ലോ. അത് കൂടാതെ നമ്മളൊരു പായസം മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാലടയുടെ മിക്സ് തന്നെ വെച്ചു. അതുപോലെ തന്നെ ശർക്കര വരട്ടിയും കായ്പേരി. പിന്നെ ഏതൊരു ശർക്കര വരട്ടിയും കായ്പേരി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യും. കാരണം അത് നല്ലതാണോ എന്ന് നമുക്കറിയണ്ടേ. കസ്റ്റമർ കൊടുക്കുന്നതിന് മുന്നേ നല്ലതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പ്രേ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു വാച്ച്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ ഒരു നമ്മുടെ ഫ്ലവർ ക്ലിപ്പില്ലേ അതുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേത് ഫ്ലവർ ക്ലിപ്പാണ് ഭംഗി? റെഡ് അല്ലേ, അതുകൊണ്ട് റെഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ഈ ബോക്സിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് കൊറിയർ അയച്ചു, ആൾക്കത് കിട്ടി, ആൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായം നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഹാമ്പർ എങ്ങനെയുണ്ട്? ഇതുപോലുള്ള ഹാമ്പറൊക്കെ നമുക്ക് DM ചെയ്യാം. ബൈ.